നിനക്ക് ഇപ്പോഴും ഈ 100 ദിർഹംസിൽ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല അല്ലേ? എടാ 100 ദിർഹംസ് എന്ന് പറഞ്ഞാൽ ഏകദേശം നാട്ടിലെ ഒരു 2300 രൂപയാണ്. അപ്പോൾ നിൻ്റെ വീട്ടിൽ നിൻ്റെ മദർ ആയിക്കോട്ടെ, സിസ്റ്റർ ആയിക്കോട്ടെ, ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പിക്കിൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. നോർമലി മറ്റുള്ള ബ്രാൻഡുകളിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഈ പിക്കിള് നമുക്ക് ഇന്ത്യ മുഴുവൻ സെല്ല് ചെയ്യണം. ആമസോണും ഫ്ലിപ്കാർട്ടിലും നിനക്ക് ഈ പിക്കിള് ലിസ്റ്റ് ചെയ്യാൻ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. 1 രൂപ ചിലവില്ല കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് GST രജിസ്ട്രേഷനും FSSI ഒക്കെയാണ്. ഇതിന് വേണ്ടിയിട്ട് ഓഫീസൊന്നും വേണ്ട. നിൻ്റെ വീട് അഡ്രസ്സിൽ തന്നെ ഈ രജിസ്ട്രേഷൻ എടുക്കുക. ഈ രജിസ്ട്രേഷൻ എങ്ങനെ എടുക്കേണ്ടത് യൂട്യൂബിൽ നോക്കിയാൽ അതിൻ്റെ ട്യൂട്ടോറിയൽസ് ഒക്കെ ഉണ്ടാവും. എന്നിട്ട് നിനക്ക് ഈ 10 പ്രൊഡക്ട്സ് ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഇത് വിൽക്കുന്നതിനനുസരിച്ചിട്ട് നിനക്ക് കൂടുതൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇവിടെ പൈസ അല്ല ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ ഒരു മൈൻഡ് സെറ്റാണ് നമ്മുടെ നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇപ്പോൾ നീ ഒരു എക്സ്ക്യൂസ് പറഞ്ഞ് നിൽക്കുകയാണ്, ഈ ലോകാവസാനം വരെ നീ എക്സ്ക്യൂസ് പറഞ്ഞിട്ടാണ് നിൽക്കുള്ളൂ, നിനക്കൊരു ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ഹാവ് എ ഗുഡ് ഡേ.